ഹലോ, ഞാൻ സുനി സജീവ്. ഞാൻ രൂപ ജോസ്. രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. സമ്പൽ സമൃദ്ധിയാൽ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. തൃപ്തി യേശുവിന് മാത്രം തരാൻ പറ്റിയ കാര്യമാട്ടോ. അപ്പോൾ തൃപ്തി വന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും യേശുബ്രാനോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ 18 ക്യാരറ്റിൻ്റെ കമ്മലുകൾ, ബ്രേസ്ലെറ്റ്, മോതിരം ഇട്ടിട്ടുണ്ട്. പിന്നെ കാതയിൽ ഇത് കണ്ടോ ഒരു വെറൈറ്റി ഇട്ടേക്കണത്. ഈ കുഞ്ഞുവിന് വെറൈറ്റി ഇട്ടാൽ നല്ലതെങ്കിൽ കുഞ്ഞു അതങ്ങ് എടുക്കും. കഴിഞ്ഞ ഓണം ഇട്ടു മറ്റേ കമ്മൽ ഊരി ഇവിടെ ഇട്ടിട്ട് പോയി, വേറെ പുതിയത് എടുത്തുകൊണ്ട് പോയി. ഇതൊക്കെ കുഞ്ഞുവിന് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ റീസ്റ്റോക്ക് ഒരു തരാട്ടോ. ഇത് അല്ലെങ്കിലും വന്നപ്പോഴേ ആൾക്കാർ എടുത്തായിരുന്നു റീസ്റ്റോക്ക്. ഇതിപ്പോൾ താഴത്തേട്ട് കിടക്കുമെങ്കിലും ഇതേ ഇങ്ങനെ നോക്കിക്കേ, എന്നാലും നല്ല രസമാട്ടോ. ഇതേ അങ്ങനെയായാലും കുഴപ്പമില്ല, സൈഡിലിട്ട് കയറ്റിയും വെക്കാം കേട്ടോ. എങ്ങനെ വേണേലും ആക്കാം. ഈ മാല നോക്കിക്കേ എന്ത് രസമാണ്. ഇങ്ങനെ ഒറ്റ സ്റ്റോണിൻ്റെ ഒരു ഡയമണ്ടിൻ്റെ ഇങ്ങനത്തെ ഒരു വലിയ ഇതിന് 5 ലക്ഷമൊക്കെ തന്നെ സ്റ്റോണുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ഓർത്തോളൂ. റോസ് ഗോൾഡിൽ ഇത് ഭംഗിയാന്ന് നോക്കിക്കേ ഇങ്ങനത്തെയൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി മാലയുടെ കളക്ഷനുണ്ട്. കമ്മലുകൾ ഇത് കുറച്ചൊക്കെ ഇട്ട് കാണിക്കാം കേട്ടോ. കമ്മലുകൾ കൈച്ചെയിൻ ഇത് നോക്കിക്കേ അതിമനോഹരമായ റീസ്റ്റോക്ഡ് ആണ്. ഇത് കഴിഞ്ഞ തവണ കാണിച്ചപ്പം കുറേ പേര് എടുത്തിട്ട് പോയായിരുന്നു. ഇത് എത്ര ഗ്രാം? അത് 2 ഗ്രാം. 2 ഗ്രാമേ ഉള്ളൂ. കഴിഞ്ഞ തവണ കുഞ്ഞു കാണിച്ചിട്ട് കുറേ കൈച്ചെയിനുകളൊക്കെ പോയിട്ടോ. ഇതും റീസ്റ്റോക്ഡ് ആണ്. കഴിഞ്ഞ തവണ കാണിച്ചായിരുന്നു. ഇത് ഇൻഫിനിറ്റിയുടെ ഇതും ഭയങ്കര ഫേമസ് ആ. കഴിഞ്ഞ തവണ അത് ഭയങ്കര രസമാട്ടോ. അതെപ്പോഴും ചാംസിൻ്റെ സൂപ്പറാണ്. അപ്പോൾ ഇങ്ങനെ കമ്മലുകൾ ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട്. പിന്നെ സ്കീമിൽ കൂടെ യേശുവിൻ്റെ കൃപയാൽ എങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാവരും സ്കീമിൽ കൂടി ഇപ്പോൾ എല്ലാവരുടെയും തീർന്നു. പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്വർണ്ണം എടുക്കണതിന് മുമ്പ് അടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങൾ സ്കീമിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ വില കൂടുമെന്ന്. അപ്പോൾ ആ വില കൂടും. അപ്പോൾ വില കൂടുന്ന അനുസരിച്ച് നമുക്കത് വിഷമം മാറി കിട്ടും. സ്കീമിൽ കൂടുമ്പോൾ ഞാനും സ്വർണ്ണം മേടിക്കുമല്ലോ. ഇച്ചിരി പലതേ നിക്ഷേപിക്കുമ്പോൾ സ്വർണ്ണത്തിലൊരു നിക്ഷേപം നല്ലതാണ്. ഇടുകയും ചെയ്യാം. നമ്മുടെ കയ്യിലിരിക്കുന്നത് 10 മിനിറ്റ് കൊണ്ട് കാശ് കിട്ടാൻ വേറെ ഒരു സംഭവമില്ല കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചൊരു സ്വർണ്ണക്കടയിൽ ചെന്നാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് സംഭവിക്കാം. അപ്പോൾ സ്കീമിൽ കൂടുക. പിന്നെ ഓൺലൈൻ ഇതെല്ലാം ഓൺലൈനിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് എടുക്കാൻ സൗകര്യമുണ്ട്. പിന്നെ അക്ഷയ തൃതീയ വരും കേട്ടോ. അതിന് ഒത്തിരി ഓഫറുകളുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ പറയാം കേട്ടോ അക്ഷയ തൃതീയയുടെ. അപ്പോൾ അക്ഷയ തൃതീയയിൽ പങ്കാളികളാകുക. 30-ാം തീയതി ഓഫറുകളൊക്കെ ഉണ്ട്. അത് ഈ മാല കണ്ടോ, ഇത് 9 മൺസസ് ആട്ടോ. ഇത് ഈ ഡ്രസ്സിന് കറക്റ്റ് എടുത്തിട്ടതാണ്. അരപ്പോൻ അല്ലേ, 3/4 പോൻ. അങ്ങനത്തെ ഒത്തിരി കളേഴ്സിൻ്റെ ഉണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ്. നല്ല ഫങ്ഷൻ ഇടുകയും ചെയ്യാം. പിന്നെ നമുക്ക് മെയ് 6-ന് ഈ മാലയുടെ പറഞ്ഞു 5 ലക്ഷം രൂപയൊക്കെ ഒരു സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നല്ല രസമുണ്ട് കുഞ്ഞുവിന് ആ മാല ഇട്ടിട്ട്. അപ്പോൾ കുഞ്ഞു പറയും എനിക്കിത് മതി, സ്വർണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം എല്ലാവരും പറയും എൻ്റെ മക്കളൊന്നും സ്വർണ്ണം ഇടില്ലെന്ന്. ഇങ്ങനത്തെ കാണുമ്പോൾ എല്ലാവരും ഇടും. എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണം ഇടില്ലാത്തതെന്ന് പറയട്ടെ. ഈ കേരള ഐറ്റം ചുമ്മാ എടുത്ത് ആ ഒരു കാലത്ത് ചുമ്മാ ഔട്ട് ഓഫ് ഫാഷൻ ചില കട അല്ല ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല. ഈ 0 മേക്കിംഗ് ചാർജിൽ ഈ കട തുടങ്ങാൻ നേരത്തെ ഞാനൊരു കടയിൽ പോയതാണ്. അപ്പോൾ ആ ഷോപ്പ് അടച്ചു പോയെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് പ്രസൻ്റൊക്കെ കൊടുക്കാൻ മേക്കിംഗ് ചാർജ് കുറച്ചെന്ന് പറഞ്ഞ് നമുക്കും കൊടുക്കാമല്ലോ എന്ന് ഓർത്തോണ്ടേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് സ്വർണ്ണത്തിൻ്റെ ഫാഷൻ അറിയാൻ പറ്റും. എപ്പോഴും കല്യാണ വർക്ക് വന്നിട്ടുണ്ടല്ലോ. ജംബോവാൻ്റെ കാലത്ത് ഒരു 20 വർഷം മുമ്പുള്ള ഔട്ട് ഓഫ് ഫാഷനായുള്ള കംപ്ലീറ്റ് അങ്ങനെ എല്ലായിടത്തും. അല്ലാണ്ട് പുതുപുത്തൻ സാധനം ഒരു കടയിൽ നിന്നാലും നിങ്ങൾക്ക് 1%-നും 2%-നും കിട്ടില്ല. ചിലർ ചോദിക്കും സ്വർണ്ണത്തിന് ഇത്രയും വില കയറിയില്ല, അപ്പോൾ മേക്കിംഗ് ചാർജ് കുറയ്ക്കാൻ പറയുന്നത്. നമുക്ക് വിറ്റാൽ സ്വർണ്ണക്കടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. 10 പവൻ വിറ്റാൽ 10 പവൻ അന്ന് തന്നെ മേടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഈ വില കൊടുത്താലേ സ്വർണ്ണം കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ മേക്കിംഗ് ചാർജ് കൊടുക്കണം, GST ഞങ്ങളും കൊടുക്കണം. അപ്പോൾ ആ ചെറിയൊരു വേരിയേഷൻ ഡിഫറൻസ് ആ മേക്കിംഗ് ചാർജിലുള്ള ചെറിയൊരു ലാഭം കൊണ്ടാണ് എല്ലാ സ്വർണ്ണക്കടക്കാരും കട നടത്തിക്കൊണ്ട് പോകണം. അല്ലാണ്ട് സ്വർണ്ണക്കട ഞാനൊക്കെ ഇതിലേക്ക് കയറിയപ്പോഴല്ലേ ഇത് ഇത്ര വില കയറിയത് കണ്ടിട്ട് എല്ലാവർക്കും വല്ലതും കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ അപ്പോൾ മെയ് 6-ന് കടയുടെ ആനിവേഴ്സറിക്ക് പങ്കെടുക്കാൻ
റെഡി ആയിക്കോളണം. ഒത്തിരി ഓഫറുകളുണ്ട്, അതൊക്കെ പറയാം. ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാട്ടോ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത് തന്നെ നിങ്ങളുടെ സപ്പോർട്ടാട്ടോ. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ എല്ലാവരെയും യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ.